ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ള ഒരാൾ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരാളാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത്. കാരണം ഞാൻ ഏകദേശം അങ്ങനെ നിന്ന ഒരാളായിരുന്നു. ഞാൻ ഭയങ്കര ഫിനാൻഷ്യലി ഡൗൺ ആയി നിൽക്കുന്നു. അതുകൊണ്ടാണ് എനിക്കറിയാം ഇത് വർക്ക് ചെയ്യും. അപ്പം അതിനുള്ളൊരു ബിലീഫ്, നമ്മളിപ്പോൾ ഒരു ഓഫറിൻ്റെ കോഴ്സ് പറയുന്നതും അതാണ്. കാരണം ഞാൻ എന്താണ് ചെയ്തത് അതാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. കാരണം ഇതുപോലെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒന്നും ഇല്ല, കാര്യമായിട്ട് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരാളെക്കാളും കൂടുതൽ റിസൾട്ട് ചിലപ്പം ഫിനാൻഷ്യലി ഇഷ്യൂ ഉള്ള ഒരാൾക്ക് ചിലപ്പം കിട്ടും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ വേറെ വഴിയില്ല, അവരവസാന തടവാണിത്. അപ്പോൾ ആ കാര്യമായിട്ട് അവരുടെ ഫുൾ സംഭവം അതിൽ കൊടുക്കും. ഒരു രക്ഷപ്പെടാൻ ഏതൊരറ്റം വരെയും പോവാം. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത ഒരു റൂട്ട് തന്നെയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും അതിൽ രക്ഷപ്പെടണം എന്നുള്ളൊരു കഠിനമായ ഡിസയർ അവിടെ ഉണ്ടാവാം. അപ്പോൾ ആ ഒരു ബേണിങ് ഡിസയർ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് കുറച്ചും കൂടി ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാം, കുറച്ചും കൂടി. കാരണം നമ്മൾ കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആവും. മറ്റേ ദിവസം അങ്ങനെയല്ല, മറ്റേ ദിവസം 2 ദിവസം ചെയ്ത് 4-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ഇനി ചെയ്യണോ വേണ്ടേ, കാരണം അത്ര പ്രശ്നങ്ങളില്ല. ഇപ്പം ഒരു ലേസിനെസ് എഫക്റ്റ് കാരണം അതിന് ഡ്രോപ്പ് ഔട്ടായി പോവാം. പക്ഷെ ഈ ഒരു ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ആളെ വെച്ചാൽ അത് ചെയ്യൂല. അവർക്ക് എങ്ങനെ, കാരണം അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വേണം കേട്ടോ. ആ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ആക്കുന്നതിലാണ് കാര്യം.